വെൽക്കം ബാക്ക് കുഞ്ഞൻസ്. ഇന്ന് നമ്മൾ നിലക്കടല വറക്കാൻ പോവാണ്. അതിന് നമ്മൾ അടുപ്പ് കത്തിച്ചു, ചീനച്ചട്ടി വെച്ചു. പിന്നെ നമ്മുടെ കീറരുത് അത് നല്ല ചൂടാവട്ടെ എന്നിട്ട് വേണം ഇടാൻ. ഇത് നമ്മൾ വന്നിട്ട് സപ്ലൈകോന്ന് വാങ്ങിയതാണ്. സപ്ലൈകോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സപ്ലൈകോ. പക്ഷെ എല്ലാവർക്കും അറിയാം. ഇത് 1/2 കിലോ ആണെന്ന് തോന്നുന്നു, 1/2 കിലോ ആണ്. പക്ഷെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇതിൽ കാണുന്നില്ല കേട്ടോ. നമ്മളിത് വാങ്ങി വെച്ചിട്ട് കുറച്ചധികം ആയിട്ടുണ്ട്. കുറേ ദിവസമായി വറക്കണം. ഞാനപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം 2 ആഴ്ചക്ക് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം അങ്ങനെ കുഞ്ഞന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് വറക്കാന്ന് വിചാരിച്ചു അല്ലേ കുഞ്ഞന്മാരെ? 3 പേരും ഒരു ഹായ് പറഞ്ഞ എല്ലാരോടും. ദേ നമ്മുടെ ചട്ടി ചൂടായി എന്നാ തോന്നുന്നേ. നമുക്ക് അതിലേക്ക് ഇടാം. നമ്മളപ്പോ നിലക്കടല ഇടാൻ പോവാണ്. എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് നിലക്കടല ഇഷ്ടമാണ്? എല്ലാവർക്കും നിലക്കടല ഇഷ്ടമാണ്, നല്ലതല്ലേ? സാധാരണ ഇത് മണലിലൊക്കെ ഇട്ടാണ് വറക്കുക. നമ്മൾ മണലൊന്നും എടുക്കുന്നില്ല. ഒന്നാമത് മഴയൊക്കെ ആയിട്ട് നല്ല ഉണങ്ങിയ മണലൊന്നും കിട്ടില്ല വൃത്തിയുള്ളതൊന്നേ. അപ്പോൾ നമ്മൾ ചുമ്മാ ഇതിനെ വറുത്തെടുക്കുകയാണ്. നമ്മൾ കയ്യിലെടുക്കാൻ മറന്നുപോയി. ഞങ്ങളപ്പോൾ കയ്യിലൊക്കെ എടുത്തിട്ട് വരാം. ദേ ഒരാൾ കരഞ്ഞുകൊണ്ട് വരുന്നു. നമ്മൾ കടല വറക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇങ്ങോട്ടോ കുഞ്ഞ, എന്തിനാ കുഞ്ഞൻ കരയുന്നേ? സാരല്ല, കൊച്ചിൻ്റെ ഇരട്ടല്ലേ. ഇവർ ട്വിൻസാണ് കേട്ടോ, കുഞ്ഞനും മണിക്കുട്ടനും. പക്ഷെ ഇവന്മാർ ഭയങ്കര അടിയാ. എപ്പോഴും ഈ അണ്ണൻ തമ്പി അടി വിടും പോലെ അടി വിടും. ഷാരല്ല. ഇനി എൻ്റെ കുഞ്ഞനാണ് ഇനി പറയുന്നത്. ഇതേ നമ്മൾ കടല വറക്കാൻ വേണ്ടിയിട്ട് കയ്യിലൊക്കെ വെച്ച് ഇളക്കി കൊടുക്കണ്ടേ? കൊച്ചിളക്കിക്കുന്ന എൻ്റെ കുട്ടി ഇളക്ക്. അതെല്ലാം പോയി. നേരെ ഇളക്ക്, എല്ലാം നിലത്ത് പോയി കേട്ടെ. രുചി ഇളക്കാം. അവിടെ ഇരുന്നോ, ചെയറിലിരുന്നോ. നമ്മളിത് പുറത്തുനിന്നാണേ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ കയ്യിലൊക്കെ എടുത്തു വെച്ച് വന്നപ്പോഴത്തേക്ക് അവിടെ വമ്പൻ ഒച്ചപ്പാട്. പോയി നോക്കുമ്പോൾ ഇവന്മാരടി. ഇവർക്ക് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇവന്മാർ അടി വിടും. നമ്മളാരെങ്കിലും ഒരാളെ തല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളോടായിരിക്കും കച്ചറ. പക്ഷെ അവർക്ക് പരസ്പരം അടി കൂടാം. ഇരട്ടകളുടെ ഒരു കാര്യമല്ല കുഞ്ഞാ. അപ്പൂസ് കുഴപ്പമില്ല കേട്ടോ. അപ്പൂസ് അങ്ങനെ വികൃതി കാണിക്കത്തില്ല. ഇവിടെ വരുമ്പോൾ അമ്മേൻ്റെ അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ വികൃതി നിൽക്കില്ല. അവിടെ മുകളിലാവുമ്പോൾ ഇവന്മാരൊക്കെ ഒരുത്തുള്ളൂ. നമുക്കിത് പൊരിച്ചിട്ട് കഴിക്കണ്ടേ? അല്ല സോറി, വറുത്തിട്ട് കഴിക്കണ്ടേ? അപ്പം ഇനി നല്ല വറുത്ത് വരട്ടെ എന്ന് പറ. നല്ല വറുത്ത് വരട്ടെ പറ. എന്നിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ. നമ്മൾ കടലേന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് തിന്നാണ് നല്ല രസമുണ്ട് കഴിക്കാൻ. കടലയൊക്കെ നല്ല വറുത്തു, നല്ലോണം കരിഞ്ഞു പോയിട്ട്. നല്ല കരിഞ്ഞ്. അതെന്താണെന്നറിയോ? രജി അടുപ്പിൽ വെച്ചിട്ടേ ഇപ്പറേക്ക് വന്നു. അപ്പോഴത്തേക്ക് അത് കരിഞ്ഞു പോയി തീ കൂടിയിട്ടേ. അതിന്റെ തോല് കളയണം. തോല് ഒന്ന് മാത്രം ഇതായിട്ടില്ല. തോല് കളഞ്ഞിട്ട് തരാം. എനിക്കാ? ഓ താങ്ക് യു. സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? നമ്മൾ പക്ഷെ ഇതിനെ ഉപ്പിടാൻ മറന്നുപോയി രജി. രജിക്ക് ഭയങ്കര ഓർമ്മയാ. മറന്നുപോയി. അപ്പനി എന്താ പറയാനുള്ള പറ. വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ലൈക്കും സബ്സ്ക്രൈബും ഷെയറും സപ്പോർട്ടും ചെയ്യണം. ഓക്കെ ബൈ. നേരത്തെ സത്യം ഇപ്പൊ അവര് സെറ്റായി കേട്ടോ. നേരത്തെ അവർ തെറ്റി, ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇത് തന്നെയാണ്. ഇനി കുറച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അടി കൂടും. അപ്പൊ ഓക്കെ, എല്ലാവരോടും ബൈ പറ. ദേ അപ്പൂസേ.